നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് BGM കൊണ്ട് വേറെ ലെവൽ മാസായ ചില മലയാള സിനിമകളെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയിലെ തന്നെ ടോപ്പ് BGMകൾ നോക്കിയിരുന്നു. ഇനി നമുക്ക് മലയാള സിനിമകൾ നോക്കാം. ലിസ്റ്റിലായത് 2020 പുറത്തിറങ്ങിയ അഞ്ചാം പാതിര എന്ന സിനിമയാണ്. ഇതൊരു സൈക്കോ ത്രില്ലർ സിനിമയായിരുന്നു. സിനിമാ വർഷം വലിയൊരു വിജയം നേടി. ഈ ഒരു സിനിമയിലെ BGM ട്രെൻഡിങ് ആയിരുന്നു. സുഷിൻ ശ്യാമായിരുന്നു അഞ്ചാം പാതിരയുടെ മ്യൂസിക് ഡയറക്ടർ. അടുത്തത് ഒരു ക്ലാസിക് സിനിമയാണ്. ആ ഒരു സിനിമയാണ് 90-ൽ പുറത്തിറങ്ങിയ ഇൻ ഹരിഹർ നഗർ എന്ന സിനിമ. ഈ ഒരു സിനിമയിലെ ഫേമസ് ആയ ഒരു വില്ലൻ ക്യാരക്ടറാണ് ജോൺ ഹോനായി. ജോൺ ഹോനായുടെ BGM ഒരു ക്ലാസിക് ആയ ഫേമസ് BGM ആണ്. ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ S ബാലകൃഷ്ണൻ ആയിരുന്നു. അടുത്ത സിനിമയാണ് 2017-ൽ പുറത്തിറങ്ങിയ ദിലീപിന്റെ രാമലീല എന്ന സിനിമ. സിനിമാ വർഷം വലിയൊരു വിജയം നേടി. ഈ ഒരു സിനിമയ്ക്കും മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ ആയിരുന്നു. അടുത്ത സിനിമയാണ് 2017-ൽ പുറത്തിറങ്ങിയ CIA എന്ന സിനിമ. സിനിമ ഒരു ആവറേജ് ആയിരുന്നു. ഈ ഒരു സിനിമയിലും മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. ഗോപി സുന്ദർ തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അടുത്ത സിനിമയാണ് 2005-ൽ പുറത്തിറങ്ങിയ ലാലേട്ടന്റെ ചന്ദ്രോത്സവം എന്ന സിനിമ. ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ ആയിരുന്നു. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. അടുത്തത് 2016-ൽ പുറത്തിറങ്ങിയ ഒപ്പം സിനിമയാണ്. ഈ ഒരു സിനിമ ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ്. മാത്രവുമല്ല ലാലേട്ടന്റെ ക്യാരക്ടർ ബ്ലൈൻഡ് ആണ്. ഒപ്പം സിനിമ വലിയൊരു വിജയമായിരുന്നു. ഇങ്ങനെയുള്ള സിനിമകളിൽ മാസ് സീനുകൾ പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആരും മാസ് പ്രതീക്ഷിച്ചിട്ടല്ല പോകുന്നത്. ക്രൈം ത്രില്ലർ ജാനറാണ് ലാലേട്ടന്റെ ബ്ലൈൻഡ് ക്യാരക്ടർ. അങ്ങനെ ആരും ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നപ്പോൾ സാഡ് സീനിൽ നിന്ന് മാസ് സീനിലേക്ക് ട്രാൻസ്ഫോം ആയ ഒരു മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോറും സീനും സിനിമയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടല്ല അടക്കരുതെന്ന് പറഞ്ഞേ. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇറങ്ങി ഓടണം തോന്നിയാൽ അത് നടക്കത്തില്ല. ഒപ്പം സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ് റോൺ ഇതൻ യോഹാൻ. അടുത്തത് ഒഡിയൻ സിനിമയാണ്. സിനിമയുടെ BGM വലിയ രീതിയിൽ വൈറലായിരുന്നു. കൈദി, വിക്രം വേദ തുടങ്ങിയ സിനിമകൾക്കെല്ലാം മ്യൂസിക് ഡയറക്ട് ചെയ്ത സാം CS ആയിരുന്നു ഒഡിയൻ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അടുത്തത് മമ്മൂക്കയുടെ ഭീഷ്മ പർവം എന്ന സിനിമയാണ്. സിനിമാ വർഷം വലിയൊരു വിജയം നേടി. സുഷിൻ ശ്യാമായിരുന്നു ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ.
അടുത്തത് മമ്മൂക്കയുടെ തന്നെ CBI സീരീസ് ആണ്. മമ്മൂക്കയുടെ ഐക്കോണിക് ആയ സേതുരാമൻ അയ്യർ എന്ന ക്യാരക്ടറിന് ഐക്കോണിക് മ്യൂസിക് ഉണ്ട്. ശ്യാം ആയിരുന്നു ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അടുത്ത സിനിമയാണ് കുറുപ്പ് എന്ന സിനിമ. സുഷിൻ ശ്യാം തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അടുത്ത സിനിമയാണ് വരത്തൻ എന്ന സിനിമ. സുഷിൻ ശ്യാം തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അടുത്ത സിനിമയാണ് സാഗർ എലിയാസ് ജാക്കി എന്ന സിനിമ. സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ ആയിരുന്നു. അടുത്ത സിനിമയാണ് 20-ാം നൂറ്റാണ്ട് എന്ന സിനിമ. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ശ്യാം ആയിരുന്നു. അടുത്ത സിനിമയാണ് പുലിമുരുകൻ എന്ന സിനിമ. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ ആയിരുന്നു. അടുത്ത സിനിമയാണ് ബിഗ് ബി എന്ന സിനിമ. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ അൽഫോൺസ് ജോസഫും ഗോപി സുന്ദറുമായിരുന്നു. അടുത്ത സിനിമയാണ് അബ്രഹാമിന്റെ സന്തതികൾ എന്ന സിനിമ. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ ആയിരുന്നു. അടുത്തത് ആവേശം എന്ന സിനിമയാണ്. സുഷിൻ ശ്യാം തന്നെയായിരുന്നു ഇതിന്റെയും മ്യൂസിക് ഡയറക്ടർ. അടുത്ത സിനിമയാണ് നരസിംഹം എന്ന സിനിമ. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ MG രാധാകൃഷ്ണൻ ആയിരുന്നു. അടുത്ത സിനിമയാണ് രാവണ പ്രഭു എന്ന സിനിമ. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ സുരേഷ് പീറ്റേഴ്സ് ആയിരുന്നു. അടുത്ത സിനിമയാണ് കമ്മീഷണർ എന്ന സിനിമ. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ രാജമണി ആയിരുന്നു. അടുത്ത സിനിമയാണ് ഗോഡ് ഫാദർ എന്ന സിനിമ. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ S ബാലകൃഷ്ണൻ ആയിരുന്നു.
അടുത്ത സിനിമയാണ് കൽക്കി എന്ന സിനിമ. ഇന്ത്യക്കകത്തും പുറത്തും വൈറലായ ഏക മലയാളം BGM ആണ് കൽക്കി സിനിമയുടേത്. ഈ ഒരു BGM എങ്ങനെ ഇന്ത്യക്ക് പുറത്ത് വൈറലായി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ജേക്സ് ബിജോയി ആണ്.